നിന്റെ തന്ത പൊലയാടി മോനെ. ബാക്കി ചന്ദ്ര ഇന്നലെ സിയോണിൽ കയറി വീഡിയോ അടിച്ചപ്പോൾ അവൻ ചന്ദ്രനെ നായകളിൽ നിന്ന് വിളിച്ചു. അത് ഞാൻ കണ്ട്. വെയിറ്റ് നമുക്കത് റിയാക്ട് ചെയ്യാം. ആരെല്ലാം ഒന്ന് ഡിസ്കോൾ ഇട്ടേ. ഞാനത് കണ്ടായിരുന്നു. വെയിറ്റ് അത് ഇപ്പം ശരി തരാം. ഞാൻ തിരിഞ്ഞിരിക്കുക. ആ ഞങ്ങൾ ബാക്ക് ടു വീഡിയോയിലാണ്. CP117 ഇതല്ല ഞാൻ നോക്കട്ടെ. ഇതാണല്ലേ നോക്കട്ടെ. അതിനെ ലാത്തിക്ക് കൊടുത്തതിന്റെ കടിയാ. അത് ലാത്തിക്ക് കൊടുത്തതിന്റെ കടിയാ. ലാത്തിക്ക് രണ്ടെണ്ണം കൊടുത്തത് അതിന്റെ അത് കിട്ടിയല്ലേ ലാത്തിക്ക് കൊടുത്തതിന്റെ. എവിടെ എനിക്ക് രണ്ട് ഫയൽ ഇവിടെ എനിക്ക് ഫയലാ. സീരിയസ് 2 ഫയൽ ഒപ്പിച്ചു ആരെങ്കിലും മുട്ടായി മേടിച്ച പെയ്ഡ് പറ്റും ഫയലാ. കളിക്കാനുള്ള ആവതില്ലടാ നിനക്ക്. ഇതാണ് ടേംസ്. ഓക്കെ എന്റെ ഫ്രീസ് ബ്രോ ആ എക്സലൻസ് ഒന്ന് അപ്പ് ചെയ്ത് പുണ്ടച്ചി ചന്ദ്രനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. മറ്റേ അവിടത്തെ ചന്ദ്രൻ തന്നെ നിന്റെ തന്ത പൊലയാടി മോനെ. ബാക്കി പറ. വെറുതെ സംഭവം പറയട്ടെ. വെറുതെ വരുന്നത് പിടി അടിച്ചിടുന്നു. ഇല്ല അവന് സിയോണിക്കറത്തല്ല. സിയോണും നിന്റെ തന്തയുടെ സർവറല്ല പൂർവിമാനെ. മനസ്സിലായില്ലേ? ഒന്നാം രണ്ടാമത്തെ വെറുതെ വന്ന് പീടിയാ ഊമ്പിയതല്ല. നിന്റെ കുറച്ച് RP ആറാണ്. മനസ്സിലായടാ കുണ്ണേ. നിന്റെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് എവിടെ ചെയ്ത് RP നോക്കണം. ഈ പുണ്ടച്ചി മോൻ്റെ ചെയ്ത് RP എന്താ അറിയോ? നമ്മൾ അവിടെ പോയിട്ട് മാന്യമായിട്ട് അവിടെ ZCPD വണ്ടി നിന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് വണ്ടിക്കകത്ത് ആളില്ലെന്ന്. അന്നേരം നമ്മളെന്തോ പറഞ്ഞു ലൈക്ക് ഇങ്ങനെ പോയിട്ട് വണ്ടി എടുക്കാന്നുള്ള പോയിട്ട് നമ്മളങ്ങ് പോയി. സിറ്റുവേഷൻ ലീവായി. അവൻ പുറകെ വന്ന് അവന്റെ തന്തയെ പിടിക്കാൻ നടക്കാൻ പുറകെ വന്ന് അവൻ മറ്റേ നമ്മളെ വണ്ടി അടിച്ച് പിറ്റ് ചെയ്ത് തറയിലിട്ടിട്ട് അവന്റെ കുണ്ണത്താളം അതിനാണ് ഈ അവനെ അടിച്ച് മെഴുകിയത്. മനസ്സിലായില്ലേ? അടിച്ച് തറയിൽ കിടക്കുമ്പോഴേക്കും അവന്റെ കുണതീരോ നോക്കുമ്പോഴത്തേക്കും നിന്ന് കുണയ്ക്കും അവൻ. അവന് സിയോണിക്കറത്തല്ല. എന്റെ ലൈവാ. ഞാൻ ഊമ്പി നോക്ക്. ഞാൻ ഡൗണാ. ഇതാരാ ഈ സംസാരിക്കുന്ന ആരാ അറിയോ? ഈ സംസാരിക്കാന്നറിയോ? ജോസഫോ? സഹദേവനാ? എക്സാക്ട്ലി സഹദേവനാണോ? ഉറപ്പില്ല സംസാരിക്കല്ലേ. ഉറപ്പുണ്ടെങ്കിൽ പറയാം. ടോം അല്ലേ? സഹദേവനാണോ സംസാരിച്ചത്? പന്നസ്വഭാവം പൂറി പോലെ നിന്റെ അടുത്ത് പിന്നെ എങ്ങനെ കാണിക്കണോടാ? നിന്റെ കുണ്ണ RP നീ കളിക്കുമ്പോൾ നിന്നെ കുനിഞ്ഞു നേറോടാ നിനക്ക്. പട്ടി പൂറി പോലെ നിന്റെ അടുത്ത് നീ വന്ന് കുനിഞ്ഞു നേറടാ ഞാൻ നിനക്ക് വന്ന് പോലെയാടി മോനെ. ആദ്യം നീ പോയിട്ട് PDRP എന്താ അത് പോയിട്ട് അന്തസ്സായിട്ട് PDRP കളിക്കുന്നുണ്ടെന്ന് നീ പോയി കണ്ടിട്ട് ആദ്യം. എന്നിട്ട് നീ ചിരയ്ക്കാവാ. മനസ്സിലായില്ലേ? ഒരു RP ചെയ്യുമ്പോൾ ആ സിനാരിയോയിൽ ഒരുത്തനെ അടിക്കാനുള്ള അല്ലെങ്കിൽ ഒരുത്തൻ്റെ അടുത്ത് കുണയ്ക്കാനോ നിങ്ങൾക്ക് ലാത്തി കയ്യിലെടുക്കാനോ ഉള്ള ഒരു സിറ്റുവേഷൻ ആണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. മനസ്സിലായില്ലേ? ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതൊരു തമാശയായിട്ടൊരു സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ഒരു സീരിയസ് സിറ്റുവേഷൻ ആണോ? നീയൊക്കെ ആരോടാ ഗുണ്ടയാ സിറ്റിയിലെ? നീ വാ. നീ എക്സാൻസിന് പൊക്കി പിടിച്ചോണ്ട് വാ. നിനക്ക് ഞാൻ തരാം. നീ എന്താ തിണ്ണമെടുക്ക് കാണിക്കണം മച്ചാനെ? തിണ്ണമെടുക്ക് കാണിക്കണം. ഇതൊക്കെ നിന്റെ വീട്ടിൽ ഇതൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ തിണ്ണമെടുക്കൊക്കെ നിന്റെ വീട്ടിൽ നടക്കത്തുള്ളൂ. മനസ്സിലായാ? അല്ലെങ്കിൽ ഇതുപോലെ ചത്ത് മരച്ച് കിടക്കും. മനസ്സിലായില്ലേ? നമ്മളിവിടെ ആണുങ്ങളായിട്ട് നിൽക്കുമ്പോ അവന്റെയൊക്കെ ഒരു കുന്തളിപ്പേ. അതെ നീ VDRP മുമ്പ് എന്നിട്ട് നീ വാ. നീ മര്യാദയ്ക്ക് 2 RP കളി ആദ്യം. എന്നിട്ട് നീ ഉണ്ടാക്കാൻ വാ. കേട്ടാ? അവൻ ഇന്നലെ വന്നപ്പോ തൊട്ട് അവന്റെ കൊണ കേൾക്കണം അവന്റെ. ചന്ദ്രൻ ഇവിടെ സിയോണിൽ കുറെ നാള് സ്റ്റേഷനിൽ PDയിൽ കിടന്ന ആളല്ലേ? കുറെ നാള് PDയിൽ ഇവിടെ പിടിച്ച ആളല്ലേ? നീ പോയിട്ട് ബർസാറിന് ചോദിച്ചിട്ടാ എത്ര ദിവസം ഞാത്ത് കിടന്നെന്ന്. അങ്ങനെയായിട്ടാണ് ഞാൻ കൂടുതൽ RP ആയിട്ടുള്ളത്. ഇവനെ ആ പരിസരത്ത് കണ്ടിട്ടില്ല. അവനൊന്നും ആ പരിസരത്ത് പോലും കണ്ടിട്ടില്ല. എന്നിട്ടാണ് അവന്റെയൊക്കെ കുന്തളിപ്പ്. ഉണ്ടാക്കല്ലേ മച്ചാനെ. സാറേ എല്ലാരും പറയുന്നത് വണ്ടി എടുക്കാൻ. ഞാൻ പറയണ്ട. ഇതാണ് സിറ്റുവേഷൻ ഗൈസ്. എന്നിട്ട് വണ്ടി എടുക്കലെന്ന് പറഞ്ഞേ. ഇതാണ് സിറ്റുവേഷൻ.
സാറേ ഇപ്പൊ വരാം. ഓടി രക്ഷപ്പെട്ട ഓടി ഇതാണ് സിറ്റുവേഷൻ മനസ്സിലായില്ലേ? ഇതാണ് സിറ്റുവേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ എന്താ ചെയ്തേ? നമ്മളിവിടെ നോക്കിയപ്പോഴത്തേക്കും ഈ വണ്ടിക്കകത്ത് ആളെ കണ്ടില്ല. ഈ വണ്ടിക്കകത്ത് ആളില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്തു. അന്നേരം നമ്മൾ അടുത്ത് പോയിട്ട് അവിടെ വണ്ടി എന്ന് പറഞ്ഞിങ്ങനെ വണ്ടി സാറേ എല്ലാവരും പറയും. അപ്പത്തേക്ക് അടുത്ത് പോയപ്പോഴത്തേക്ക് അതിന്റെ അകത്തുനിന്ന് ഒരു ഓഫീസർ എന്തോ സംസാരിച്ച്. അന്നേരം നമുക്ക് മനസ്സിലായി അകത്ത് ആളുണ്ടല്ലോ, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ അവിടെ ലീവ് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. വണ്ടി ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ വണ്ടി എടുത്ത സിറ്റുവേഷൻ ലീവായി. ഈ സിറ്റുവേഷനിലാണ് ഇവന്മാർ നമ്മളെ വന്ന് പിറ്റ് ചെയ്ത്. അതായത് നമ്മൾ വണ്ടി ആദ്യം പുറകെ വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം വണ്ടി എടുത്തില്ല. കാരണം ഇവർ ചേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ പോലും അല്ല ഇത്. യവന്മാർ ഈച്ചയെ അടിച്ച് സിറ്റുവേഷനും ഇല്ലാതെ മറ്റേ തെക്ക് വടക്ക് നോക്കി വല്ലവന്റെ ആരുടെ സാമാനത്തിൽ കയറി പിടിക്കാമെന്ന് പറഞ്ഞ് അവർ ഇരിക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? അന്നേരമാണ് നമ്മളെ കിട്ടിയത്. അന്നേരം വെച്ചങ്ങ് നമ്മളെ പുറകെ വന്ന്, മനസ്സിലായില്ലേ? ഇതാണ് ഉണ്ടായത് ശരിക്കും. അവിടെ കഴിവില്ലാത്ത പട്ടി കുറേ എണ്ണം ഉണ്ട്. അവന്റെ ടോമിന്റെ അരി സാറേ ആ പേരിൽ സാറേ ഒരു കുഴപ്പമുണ്ടോ സാറേ? ഇവിടെ പണ്ടൊരു ചന്ദ്രബോസ് ഉണ്ടായിരുന്നു, ഒരുപാട് പിടിച്ചേ. ആണോ? സാറിന്റെ പേരെന്താ? ഓർമ്മകളിൽ എപ്പോഴും ഞാൻ വെച്ചേക്കും. എന്തൊരു സാറേ? സാറേ ഇവിടെ ആരോഗ്യം നിന്ന് ഭയങ്കര വെടിപ്പ് സാറേ. ഓക്കെ മരിക്കാം. ടോമേ എന്താണ് നിന്റെ കൈ വറക്കണടാ ടോമേ? നീ എന്നെ ഉണ്ടാക്കുമല്ലേ? നീ എന്നെ അങ്ങ് മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം കൊച്ചെ. നീ ആകുമ്പോ ഞാൻ പറയാം കേട്ടാ ടോമേ. നീ ആകുമ്പോ പറയാം. സഹദേവാ പൂറി മോനെ, നിന്റെ തന്ത എടുത്തതൊക്കെ നീയാണ് തെറി വിളിച്ചെങ്കിൽ കേട്ടാ. കഴിവറ മോനെ, നീ വാ നിറയ്ക്കാൻ തരാം. നീ അത് രണ്ടാലും നില്ല മതി എവിടെയും പോയി. വേണ്ട നോക്കുമ്പോ കേരങ്ങ ഉണ്ടാക്കണം എന്നെ അങ്ങ്. മിണ്ടാതെ സമാധാനപൂർവ്വം ലൈവ് ഇട്ട് വന്ന് മേടിക്കല്ലോ എൻ്റെ കയ്യിൽ നിന്ന്.